കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, റോമൻസ് 12:2 നമുക്ക് പ്രാരംഭമായി ഒന്ന് വായിക്കാം. റോമൻസ് 12:2 ശുഭാഷ് വായിച്ചാൽ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി. മനസ്സിലായോ? അപ്പൊ ആരുടെ ലൈഫിലെ ദൈവത്തിന്റെ പദ്ധതികൾ അനുഭവിക്കാനും അല്ലെ അറിയുവാനും കഴിയത്തുള്ളൂ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നവർ. ദൈവഹിതം, ഒരു വിഷയത്തെ ചൊല്ലി ദൈവഹിതം എന്താണ്? എന്റെ ഹിതമല്ല. എന്റെ ഹിതവും ദൈവഹിതവും രണ്ടും രണ്ടാ. ഒരു വിഷയത്തിലുള്ള എന്റെ നിലപാടും ദൈവത്തിന്റെ നിലപാടും രണ്ടും രണ്ടാ. ഈ ദൈവത്തിന്റെ നിലപാട് എന്താണ് എന്റെ ഒരു വിഷയത്തെ ചൊല്ലി എന്ന് അറിയണമെങ്കിൽ ദൈവഹിതം നമ്മൾ ആരായണം. ദൈവത്തിൽ നിന്നൊരു മറുപടി ലഭിക്കണമെങ്കിൽ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ഹല്ലേലൂയ മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഹല്ലേലൂയ നിലവിലുള്ള സിറ്റുവേഷൻസിലേക്ക് നോട്ടം പോകുകയില്ല. ഹല്ലേലൂയ സൗഖ്യത്തിന് വേണ്ടി നിലവിളിച്ചവന്റെ നിലവിളി കേട്ട് ചുറ്റുകൂടിയവർ പറഞ്ഞു, മിണ്ടാതിരിയണം. അവൻ പിന്നെ ഉച്ചത്തിൽ വിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ. അവിടെ കൂടിയിരുന്നവർ എന്ത് വിളിച്ചു പറഞ്ഞു? മിണ്ടാതിരിയണം. നിന്നെ അടക്കുന്നവരുടെ ശബ്ദമല്ല നീ കേൾക്കുന്നത്. കാരണം നീ ചുറ്റുവട്ടമുള്ള ചിന്തകളിൽ നിന്നും മാറി ഒരുവനിൽ മാത്രം നിന്റെ ഫോക്കസ് വരികയാണ്. ഒരുവനിൽ മാത്രം നിന്റെ ശ്രദ്ധ വരികയാണ്. ഒരുവനിലേക്ക് മാത്രം നീ തിരിയുകയാണ്. അവിടെ നിലവിലുള്ള സാഹചര്യം എന്താണ്? നിലവിലുള്ള മതവ്യവസ്ഥ എന്താണ്? മത നിയമങ്ങൾ എന്തു പറയുന്നു? ഇതൊന്നും വിഷയമേ അല്ല. നിന്നോട് അടങ്ങിയിരിക്കുവാൻ കൽപ്പിക്കുന്ന മതനേതാക്കന്മാർ കാണും. നിന്നെ നിശബ്ദമാക്കുവാൻ കൊതിക്കുന്ന സംവിധാനങ്ങൾ കാണും. രാഷ്ട്രീയ സംവിധാനങ്ങൾ കാണും. മതസംഘടനകൾ കാണും. പക്ഷേ ക്രിസ്തുവിലേക്ക് ഫോക്കസ് ചെയ്തവൻ, ക്രിസ്തുവിലേക്ക് ലക്ഷ്യം വെച്ചവൻ, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെട്ടവൻ, അവന്റെ ശ്രദ്ധ യേശുവിൽ മാത്രമായിരിക്കും. ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ളവരെ പിന്തിരിപ്പിക്കാൻ കഴിയത്തില്ല. മർക്കോസ് 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസ് 3:1 മുതൽ 5 വരെ. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആര്? അവിടുത്തെ യഹൂദന്മാർ. യേശു ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റി നടന്ന യഹൂദ ന്യായപ്രമാണിമാരും ശാസ്ത്രിമാരും പരീശന്മാരുടെ എല്ലാം ലക്ഷ്യം എന്തായിരുന്നു? കർത്താവിന്റെ മഹത്വത്തെ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നില്ല. കർത്താവിനെ കൊടുക്കുവാൻ വല്ല മാർഗവും അവർ തപ്പിക്കൊണ്ടേയിരുന്നു. ഇപ്പൊ കുറ്റം ചുമത്തേണ്ടതിന് സംഗതി കിട്ടുമോ എന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ ആലയത്തിലുണ്ട്. അവിടെ ആര് വന്നു? യേശു വന്നു. യേശു വന്നാൽ ചിലത് നടക്കുമെന്ന് ഇവന്മാർക്ക് അറിയാം. അതുകൊണ്ട് അവർ സൂക്ഷ്മതയോടെ നോക്കിയാണ്. വായിച്ചാട്ടെ. എന്ന് നോക്കിക്കൊണ്ടിരുന്നു. ശബത്ത് ദിവസം സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. വരണ്ട കൈയുള്ള മനുഷ്യനോട് അവൻ യേശു വരണ്ട കൈയുള്ള മനുഷ്യനോട് നടുവിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ആവശ്യപ്പെട്ടു. പറഞ്ഞു, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവൻ രക്ഷിക്കുകയോ കൊല്ലുകയോ ഏത് വിഹിതമെന്ന് ചോദിച്ചു. അവരോ മിണ്ടാതിരുന്നു. കാരണം കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയുന്നില്ല. ശബത്ത് ആചരിക്കണമെന്നും പറഞ്ഞു നടക്കുന്ന കുറച്ചു പേരുണ്ടല്ലോ. അവരൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, കർത്താവിന്റെ പ്രവൃത്തികൾ എന്തായിരുന്നു, കർത്താവ് എന്താണ് ചെയ്തതെന്ന് ഹല്ലേലൂയ ഒന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കർത്താവിന്റെ പദ്ധതി പ്രകാരമുള്ള ശബത്തിന്റെ അനുഭവം എന്താണ്?
ദേഹം ദേഹി ആത്മാവിന്റെ മേലുള്ള സ്വസ്ഥതയാണ്. അത് യഹൂദന്മാരുടെ ആചരണ നിയമമല്ല. യഹൂദന്മാർ മുന്നോട്ട് വെച്ച കഠിനമായ ആചരണ നിയമമല്ല. അവരുടെ നിയമങ്ങളിലും ചട്ടങ്ങളിലും അല്ല കർത്താവ് ഫോക്കസ് ചെയ്തത്. ജനത്തിന്റെ വിടുതലിലാണ് ഫോക്കസ് ചെയ്തത്. അവരുടെ ആ മനോഗതം അറിഞ്ഞ് കർത്താവ് ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ്. അല്ലേ, വായിച്ചാണ്. അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ, കേട്ടോ, യഹൂദ ന്യായപ്രമാണികളോട്, യഹൂദ ശാസ്ത്രിമാരോട്, യഹൂദ റബ്ബിനുമാരോട് യേശുവിന്റെ സമീപനമായി പറയുന്ന അവൻ കോപത്തോടെ ചുറ്റും നോക്കി ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി, അവന്റെ കൈ സൗഖ്യമായി. അവൻ ഫോക്കസ് ചെയ്ത ഒരാളിലാണ്. അവിടുത്തെ ന്യായശാസ്ത്രി എന്തു പറയുന്നു? പരീശന്മാർ എന്നെ പറ്റി എന്തു പറയുന്നു? യഹൂദ ന്യായപ്രമാണികൾ അല്ലെ യഹൂദ തത്വം എന്തു പറയുന്നു? കൈ നീട്ടുവാൻ പറഞ്ഞപ്പോൾ അവൻ നീട്ടി. എന്താ കാരണം? അവന്റെ ഫോക്കസ് യേശുവിൽ മാത്രമായി. പ്രശ്നങ്ങളെ കർത്താവ് ഹാൻഡിൽ ചെയ്ത രീതി നോക്കുകയും മതത്തിന്റെ ചട്ടക്കൂടുകളെ പൊളിക്കുന്ന ദൈവശക്തിയുടെ വലിയ അളവറ്റ വലിപ്പം അത് ക്രിസ്തുവിലൂടെ നമ്മൾ കാണുകയാണ്. ഈ രോഗം വന്നത് എങ്ങനെ? ദൈവത്തിന്റെ ക്രോധമുഖാന്തരം രോഗമുണ്ടായി എന്ന് വിശ്വസിക്കുന്ന യഹൂദ മതചിന്ത, പാപത്താൽ രോഗം, രോഗത്താൽ മരണമെന്ന നിയമത്തിൽ വിശ്വസിക്കുന്ന യഹൂദന്മാരുടെ തത്വം, ശബത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യരുതെന്ന് ചെയ്യുന്നവനെ എറിഞ്ഞു കൊല്ലണമെന്ന് വിധിക്കുന്ന യഹൂദ നിയമം, ആ നിയമത്തിന്റെ നടുവിൽ യേശു ശബത്തിൽ വരണ്ട കൈയുള്ളവന് സൗഖ്യം കൊടുത്തു. ഒരാമീൻ പറഞ്ഞാൽ 2 കൊരിന്ത്യൻസ് 12:9, 2 കൊരിന്ത്യൻസ് 12-9 വായിച്ചാൽ, അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. ചുറ്റുവട്ടം നോക്കിയാൽ, നിലവിലുള്ള സാഹചര്യങ്ങൾ നോക്കിയാൽ എല്ലാം നോ പറയുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ഇമ്പോസിബിൾ, അസാധ്യം. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അസാധ്യമല്ല വിളിച്ചു പറയുന്നത്, സകലത്തെ സാധ്യമാക്കുന്ന ദൈവശക്തി വിളിച്ചു പറയും. എന്റെ സ്ഥിതി അവൻ മാറ്റുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ നേരിടുന്ന വിഷയത്തിനകത്ത് എന്റെ ദൈവം ഒരു മറുപടി തരിക തന്നെ ചെയ്യും. അതെങ്ങനെ തണക്കാനാ? ചുറ്റുവട്ടമുള്ള കാര്യങ്ങൾ നീ ശരിയാവണ്ണം കാണുന്നില്ലേ? എല്ലാം പ്രതികൂലമല്ലേ? എല്ലാം നിനക്കെതിരായി നിൽക്കുകയല്ലേ? ആരൊക്കെ എങ്ങനൊക്കെ എതിര് നിന്നാലും എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ എല്ലാ പ്രതികൂലവും മാറിപ്പോകും. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 2:5 നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യൻസ് 2:5 വായിച്ചാൽ, എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും, കേട്ടോ, വീട്ടുന്നുണ്ടോ? എന്നോ സ്റ്റോറി, എത്ര എബ്രായ വാക്കുകളാണ് പറഞ്ഞു, എത്ര ഗ്രീക്ക് വേർഡ്സ് പറഞ്ഞു, എല്ലാം കൂടെ എഴുതിയിടാൻ പോലും സ്ഥലമില്ല. സ്തോത്രം. യഹൂദ മതത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും എത്ര ആധികാരികമായി പറയുന്നത്. എന്റെ കർത്താവ് നിർത്തിയിരിക്കുന്ന അതിനല്ലേ, യേശു എന്ന മഹത്വത്തെ കുറിച്ച്, പ്രത്യാശയുടെ ഉറവിടത്തെ കുറിച്ച് നിങ്ങളോട് പറയുവാനത്രേ. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റൊന്നും അറിയാത്തവനാ നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? യഹൂദ കഥകളും ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ എനിക്ക് ഒത്തിരി അറിയാം. പക്ഷെ അതൊക്കെ ഞാൻ ചപ്പന്നും ചവറൊന്നും എണ്ണയാണ്. ആരെ കുറിച്ചുള്ള പരിജ്ഞാനം വന്നപ്പോൾ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം വന്നപ്പോൾ. ആരെങ്കിലും ഇങ്ങനെ വായിച്ചാട്ട്
എന്റെ വചനവും എന്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നു. എന്താ? ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം. നിങ്ങളിത് പുറപ്പെടേണ്ടത് അതാണ്, നിങ്ങളിത് വെളിപ്പെടേണ്ടത് അതാണ്. ഹല്ലേലൂയ. ഞായറാഴ്ച ഒന്നിച്ചു കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് വീട്ടിൽ മടങ്ങിപ്പോയി. ഇന്നത്തെ കൂട്ടായ്മയിൽ നല്ല സാന്നിധ്യമായിരുന്നു. തിരുമേശ എടുത്തപ്പോൾ പ്രത്യേക സാന്നിധ്യമായിരുന്നു. ഇങ്ങനെ പറയാനല്ല, ഇത് പറയാനല്ല, ഇന്നാർക്ക് സൗഖ്യങ്ങളുണ്ടായി, അത് പറയാനല്ല. നിന്നമേൽ പകരപ്പെട്ട ശക്തിയും അധികാരവും ആത്മാവിന്റെ സാന്നിധ്യവും മറ്റുള്ളവരിലേക്ക് നീ പകരുക തന്നെ ചെയ്യണം. ആത്മാവിന്റെയും ശക്തിയുടെയും അടയാളമായി നിങ്ങൾ ചലിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ? എന്തൊരു തിയറിയ എന്ന് പറയാനല്ല, എന്തൊരു ജ്ഞാനോ എന്ന് പറയാനല്ല. കാരണം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല നിങ്ങളുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം. ഒരുവൻ നിങ്ങൾക്ക് വേണ്ടി കാൽവറി കൊലക്കളത്തിൽ പരമയാഗമായി മാറി. ഒരു പൂർത്തീകരണ ശുശ്രൂഷ നടന്നു. സകലതും കാൽവരി കൊലക്കളത്തിൽ പൂർത്തീകരിച്ച ഒരുവനെ കുറിച്ച് അത്രേ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. അതിലൂടെ പകരപ്പെടുന്ന ശക്തി മറ്റുള്ളവരിലേക്ക് സപ്ലൈ ചെയ്യുവാൻ എന്റെ ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തുകയാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനാഥ, പ്രിയ പിതാവേ, അപ്പാ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിഞ്ഞതിനെ ഓർത്ത് ഞാൻ അങ്ങ് സ്തുതിക്കുകയാണ്. ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശന വസ്തുക്കളായി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുന്നവരല്ല, ക്രിസ്തുവിന്റെ കണ്ണിലൂടെ കാണുവാൻ, വിഷയങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ മറുപടി ഉണ്ടാകട്ടെ എന്ന് വിളിച്ചു പറയുവാൻ, കാറ്റിനെയും കടലിനെയും ശാന്തത വരുത്തിയ കർത്താവിന്റെ മഹത്വം നിങ്ങളിലൂടെ ലോകം കാണേണ്ടതിന് ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെടണം. നിങ്ങളുടെ സ്ഥിതി അവൻ മാറ്റുവാൻ പോകുന്നു. ഹല്ലേലൂയ. ചലിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചലനമുണ്ടാകണം. അടഞ്ഞ വാതിലുകൾ തുറക്കണം. ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെടണം. ശൂന്യമായ മണ്ഡലങ്ങൾ മാറണം. ദൈവം വലുത് ചെയ്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ലാസ്റ്റ് ടൈം മിനിസ്റ്റർ ദ ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയുകയാണ്, എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയത് തന്നെ ചെയ്യും. ശക്തിയും അധികാരവും ആത്മാവിന്റെ പ്രദർശനവും നിങ്ങളിലൂടെ ലോകം കാണുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി നിറയ്ക്കട്ടെ, ശക്തീകരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.